ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നല്ലൊരു അടിപൊളി ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണിന്ന്. കാരണം ഞങ്ങൾ ക്യാമ്പിംഗ് പോവാണ്. കുറേ നാളത്തെ പ്ലാനിങ് ആണ് കേട്ടോ, ഒരു ക്യാമ്പിംഗ് എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. പക്ഷെ എവിടെ പോകണം, എങ്ങനെ പോകണം, സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണകളില്ലായിരുന്നു. ബട്ട് ഈ പ്ലാൻ പെട്ടെന്ന് കയറി വന്നതാണ്. ഞങ്ങൾ ഒരാഴ്ചയിൽ പെട്ടെന്ന് ഫിക്സ് ചെയ്ത് അതിനുള്ള സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി മേടിച്ച് അങ്ങനെ ഒരു ഫിക്സ് ചെയ്തൊരു പ്ലാനാണ്. ബട്ട് ഞാനിന്ന് കുറച്ച് ടയേർഡാണ്. ഇന്നലെ കുറേ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനായിരുന്നു. അതിന് ഫസ്റ്റൊക്കെ അടിച്ചു. അതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും നല്ല ക്ഷീണമുണ്ട്. ബട്ട് ഉറക്കമൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ശരിയായിട്ടൊന്നുമില്ല. എന്നാലും ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി എണീക്കണമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചാടി എണീറ്റതാണ്. സോ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് 1 ഡേ സ്റ്റേക്കാണ് പോണേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സും പിന്നെ അതല്ലാണ്ട് സ്വിമ്മിങ് സ്യൂട്ടും കാര്യങ്ങളും പിന്നെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യേണ്ട കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഈ കാണുന്ന ഒരു വൻ ലിസ്റ്റ് ഓഫ് ഐറ്റംസാണ് ഞങ്ങൾ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റിയോ വാട്ടറോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ടായതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കണം. സോ ലെറ്റ്സ് ഗോ ക്യാമ്പിംഗ് ആൻഡ് വെൽക്കം ടു ലിവിങ് സിംപ്ലിഫൈഡ്. ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ, അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങാണ് കേട്ടോ. ഈ ഒരു ഒരു എന്താ 1 ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ പോകുന്നതിന് ഇറങ്ങുന്നതിന് മുമ്പ് കേട്ടോ ഓർഗാനിക് വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ട് കളഞ്ഞിട്ട് പോയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും വീട്ടിലൊക്കെ ഒരുമാതിരി സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി നീറ്റാക്കിയിട്ടിട്ട് പോയാൽ തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു സുഖമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കളഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങൾ എൻ്റെ കാറിൽ നിന്ന് എടുക്കണം, സൺഗ്ലാസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. സോ അതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. സോ നമ്മൾ 1-2 സാധനങ്ങൾ മേടിക്കാൻ വന്നു. എന്നാൽ ഐസ് പാക്ക്, പിന്നെ ഇപ്പോഴും ഓർത്തെ സൺസ്ക്രീൻ മേടിച്ചിട്ടില്ല. മേടിച്ചെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, അത് മോളുടെ സ്കൂളിലായിപ്പോയി. അപ്പോൾ കുറച്ച് സൺ എക്സ്പോഷറൊക്കെ കൂടുതലുള്ള സമയമായതുകൊണ്ട് സൺസ്ക്രീനും കൂടെ മേടിച്ച് ഐസ് പാക്കും കൂടെ മേടിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ഒരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ 2 PM ആണ് ചെക്കിങ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് സ്ഥലമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമല്ലോ. വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ അതേ ക്യാമ്പിങ്ങിന് പോണതിൻ്റെ ഓരോ ഷോ ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തനുവും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ അവളുടെ സാധനങ്ങളൊക്കെ അതേ സൈഡിലുള്ള ആ ഒരു പിങ്ക് ബാഗിൽ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ആവശ്യമുള്ള ബുക്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എൻ്റെ ഭർത്താവ് ഒരു കോഫി മേടിച്ചപ്പോൾ ഒരു കമ്പനിക്ക് ഞാനും മേടിച്ചു, ഒരു ടിം ഹോട്ടൻസ് ഐസ് ക്യാപ്പ്. അങ്ങനെ 2 hours ഓഫ് ട്രാവലിന് ശേഷം നമ്മളിതേ ഇവിടെ എത്തിയിരിക്കുകയാണ്. ബിങ് മെൻസ് ക്യാമ്പിംഗ് റിസോർട്ട്. അത് റിസോർട്ടല്ല, ക്യാമ്പിംഗ് അല്ലെങ്കിൽ വാട്ടർ അഡ്വഞ്ചർ അങ്ങനെ എന്താണ്ടൊക്കെ പേരുണ്ട്. പേരൊന്നും നമ്മൾ നോക്കിയില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. ഒരു ഹ്യൂജ് ഏരിയ ആണ്. ഇവിടെ ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് സ്ഥലം കണ്ടുപിടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ക്യാമ്പിംഗ് സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എൻ അമേസിങ് സ്പോട്ട്. ഇതിൻ്റെ പേര് ബിനമെൻസ് ക്യാമ്പിംഗ് റിസോർട്ട് എന്നാണ്. ഇതിൻ്റെ ഉള്ളൊരു ബിനമെൻസ് അമ്യൂസ്മെൻറ്റ് സെൻറ്റർ എന്നാണ്, വിത്ത് ക്യാമ്പിംഗ് സൈറ്റ്. ക്യാമ്പിംഗ് സൈറ്റ് മാത്രമല്ല, ഇവിടെ അതുപോലെ നമ്മുടെ ലോക്ക് ക്യാബിൻസ്, അങ്ങനെ കണ്ടെയ്നർ ക്യാമ്പിംഗ്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആണ്. നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ റിവർ വ്യൂ ഉള്ളൊരു ക്യാമ്പിംഗ് സൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവണില്ല. ബിക്കോസ് ദിസ് ഏരിയ ഈസ് ഹ്യൂജ്, അതുകൊണ്ട് മനസ്സിലാവണില്ല എവിടെയാണ്. നമ്മളൊന്ന് യെസ്, ഒരു വാട്ടർ പാർക്ക് ഉണ്ട്. അതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പോകും. അങ്ങനെ സാധനങ്ങളെല്ലാം വെച്ച് കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ക്യാമ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പൂളുണ്ട്. അപ്പോൾ പൂളിൽ ഞങ്ങൾ ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ഒരു ഫുൾ ലെങ്ത്ത് തന്നെ സ്വിം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇടണം. തന്നെ സ്വിമ്മിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഫുൾ സ്ട്രെച്ചിലൊന്നും സ്വിം ചെയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ സേഫായിട്ട് വേണം നമ്മൾ കുട്ടികളെ ഇറക്കാൻ പറ്റും. ഇൻ കേസ് നമുക്കൊന്ന് മാറണം എന്നുണ്ടെങ്കിലും കുട്ടികൾ സേഫ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. എനിക്കും സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഞാനും വെള്ളത്തിലിറങ്ങി. ബട്ട് ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ സാധാരണ പൂളൊക്കെ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് ഔട്ട്ഡോർ പൂൾ ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഒന്നും അല്ലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഇപ്പം തന്നെ ഇറങ്ങി നനയുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ വീഡിയോ എടുക്കാമെന്ന്. ഇവിടെ ഒരു പൂളുണ്ടോ, അതിൻ്റെ മുകളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ ഉണ്ട്.
നമുക്കിവിടെ ഈ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് ക്യാമ്പിങ്ങിന് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 പാസസ് കിട്ടും. അതായത് ഇവിടെ സ്വിം പൂളിൽ അല്ലെങ്കിൽ സ്പ്ലാഷ് പാഡിൽ ഇറങ്ങാൻ പറ്റുന്ന 3 പാസസ് കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും. അപ്പോൾ അത് ഇട്ടുകൊണ്ട് വേണം നമ്മളൊരു ഫുൾ ഡേ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ്. എന്തായാലും സൺസ്ക്രീൻ മേടിച്ചത് വളരെ നന്നായി. അപ്പം അതിൻ്റെ കുറച്ച് ആഘാതത്തിൽ ഇരിക്കുകയാണ്. സൺബേൺ മൊത്തത്തിൽ അടിക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ് ഇവിടെ ഉള്ളത്. തന്നൂര് ശരിക്കും സ്വിമ്മിങ് ക്ലാസ്സിൽ കൊണ്ടുവിട്ട പോലെ ഉണ്ടായിരുന്നു. അവിടെ പഠിച്ചതെല്ലാം മസ്റ്റായിട്ടും ഇവിടെ കാണിച്ചിരിക്കണം എന്ന് ദൃഢമായി ഉറപ്പിച്ച് വന്ന ഒരാളെ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഞാനും തീരെ വിട്ടുകൊടുത്തില്ല. നമ്മളെ കൊണ്ടാവുന്ന പോലെ പതുക്കെ ഒന്ന് കാലിട്ടൊക്കെ അടിച്ച് ടെമ്പറേച്ചറുമായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം ഞാനും വെള്ളത്തിൽ ചാടി. അണ്ണാരക്കണ്ണിനും തന്നാലായി എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ അറിയാം, പക്ഷേ മുങ്ങി പോവുകയില്ല, എന്നാൽ വല്ലപ്പോഴൊക്കെ ഫ്രണ്ടിലോട്ട് പോകും എന്നുള്ള രീതിയിലാണ് എൻ്റെ സ്വിമ്മിങ് സ്കില്ല്. അപ്പോൾ തന്നൂൻ്റെ ഒപ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനും ചെറിയ രീതിയിൽ സ്വിമ്മിങ് ഒക്കെ അവിടെ നടത്തി. ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക, നല്ലൊരു സമയമായിരുന്നു പൂളിലുണ്ടായിരുന്നത്. വിച്ചാൻ ആക്ച്വലി പൂളിൽ ഇറങ്ങിയില്ല. ആളവിടെ സൈഡിൽ കുറച്ച് ചിൽ ചെയ്ത് സൈഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിതിൽ ബിസി ആയതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ വന്ന് ആളെടുത്ത് തന്നു. പിന്നെ ഞാൻ തന്നൂൻ്റെ ലൈഫ് ജാക്കറ്റ് ഒന്ന് മാറ്റി സ്വിമ്മിംഗ് ഒക്കെ പോകുന്നതിന് വല്ല ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് സ്വിം ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ അത്ര പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ലെങ്ത് സ്വിം ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് അർമാദിച്ചതിന് ശേഷം ഞങ്ങളത് ഇവിടുന്ന് വീണ്ടും ഇനി പോകുന്നത് മുകളിലുള്ള വാട്ടർ തീം പാർക്കിലോട്ടാണ്. അപ്പോൾ തന്നൂൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും നമ്മൾ അങ്ങ് പ്രഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ കയറണം ഇപ്പോൾ ഇറങ്ങണം അങ്ങനെയൊന്നും പറയാനോ ഒന്നും എന്നൊന്നുമില്ല. ബിക്കോസ് പിള്ളേർക്കും കിട്ടുന്ന ഒരു സമയമല്ലേ, അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചു. ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഒരു വോളിബോൾ കോർട്ടും ഒക്കെ ഉണ്ട്. ഫുള്ളായിട്ട് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇവിടെ ബൗളിംഗ് ഉണ്ട്, ഗോൾഫിംഗ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതാണ് ബിഗ് സ്പ്ലാഷിൻ്റെ ഒരു ഫുൾ ഏരിയ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറേ ഗെയിമിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. നമുക്ക് കിട്ടിയ ബാൻഡും റിസ്റ്റ് ബാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ഇവരതൊന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു റിസ്റ്റ് ബാൻഡ് തരും. സോ അതിട്ടുകൊണ്ട് വേണം നമ്മൾ ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ റിസപ്ഷനിൽ നിൽക്കുന്ന 2 ചേച്ചിമാരാണ് നമുക്ക് ആ ബാൻഡ് തരേണ്ടത്. അങ്ങനെ ബാൻഡൊക്കെ കിട്ടി. അടുത്ത വാട്ടർ അഡ്വഞ്ചറിന് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ട് എൻ്റെ ക്യാമറയുടെ മുന്നിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്ററെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ ഏരിയ ആണ് നമുക്ക് ഇവിടെ വാട്ടർ അഡ്വഞ്ചർ പാർക്കായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ആ കാണുന്നത് ഒരു വേവ് പൂളാണ്. അതിൻ്റെ സൈഡിൽ കൂടെ വലിയ വലിയ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിലൊക്കെ വീഗാലാൻഡിലും ഒക്കെ നമ്മൾ സിൽവർ സ്റ്റോമിൽ അങ്ങനെയൊക്കെ പണ്ട് പോയിട്ടുണ്ടല്ലോ, ആ ഒരു ഫീല് നമുക്കിവിടെ കിട്ടും. ഇത് അത്രയും വലുതല്ല, ബട്ട് ഇതൊരു ക്യാമ്പിംഗ് റിസോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. ഉച്ചാൻ തന്നൂനെയും കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫോണൊക്കെ നനഞ്ഞ് എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. അങ്ങനെ അവർ രണ്ടുപേരോട് വീണ്ടും വേവ് പൂളിലേക്ക് പോയി. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ കേട്ടോ.
അങ്ങനെ തകർത്ത് ആർമാദിച്ച് വെള്ളത്തിൽ കളിച്ച് ഒരു വിധത്തിൽ തന്നൂനെയും പിടിച്ച് കയറ്റി ഞങ്ങൾ വിശന്ന് വലഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നത് ബോസ്റ്റൺ പിസ്സയിലാണ്. ഇത് അവിടെ തന്നെയുള്ളൊരു ഫുഡ് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലിരുന്നും കഴിക്കാം, അല്ലെങ്കിൽ പുറത്തിരുന്നും കഴിക്കാം. ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഏകദേശം 6:30 ആയായിരുന്നു. സോ രാത്രിയും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് അധികം ഞങ്ങൾ ലാവിഷ് ആക്കിയില്ല. അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. തന്നു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വിശന്നിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡിന്. അങ്ങനെ ഫൈനലി ഫുഡ് വന്നു. ഞങ്ങൾ കുറച്ച് നാച്ചോസ് ഓർഡർ ചെയ്തു. ചിക്കൻ വിങ്സ്, ഫ്രൈസ്, പിന്നെ തന്നൂനൊരു ചീസ് പിസ്സ. ഞങ്ങൾ കുറച്ച് ചിക്കൻ വിങ്സും നാച്ചോസും മാത്രം കഴിക്കാമെന്ന് വെച്ചു. രാത്രി ഗ്രില്ല് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാം കൂടെ കഴിക്കാനുള്ള സ്ഥലമില്ലല്ലോ. പിന്നെ കുറച്ച് ജ്യൂസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. സോ ഇറ്റ് വാസ് റിയലി ഫൺ. ഇനി ഫുഡൊക്കെ കഴിച്ച് വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പോകണം. അവിടെ പോയി നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ലോഗ് ക്യാബിൻസ് ഉണ്ട്, കണ്ടെയ്നർ ക്യാമ്പിംഗ് ഉണ്ട്, അതുപോലെ ടെൻറ്റ് ഉണ്ട്. ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് നോ ഹുക്കപ്പ് ക്യാമ്പിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി, വാട്ടർ അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒന്നും ഉണ്ടാവില്ല. റെസ്റ്റ് റൂം അവിടെ 1-2 സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഒരുപാട് സ്ലോട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ലോട്ട് എന്ന് പറയുന്നത് 604 എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണ്. സോ ആ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഏരിയ ആയതുകൊണ്ട് കുറേ സമയം എടുത്തു നമ്മുടെ ഏരിയ ഒന്ന് മൊത്തത്തിൽ തപ്പി കണ്ടുപിടിച്ചെടുക്കാൻ കേട്ടോ. ഇവിടെ പിന്നെ ഇതേ കണ്ടില്ലേ, കുറേ പേര് കണ്ടെയ്നറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ RV ട്രെയിലേഴ്സായിട്ട് വന്നിട്ടുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഒരു ഫയർ പിറ്റിനുള്ള ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നതും റിവർ സൈഡായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു ബാക്ക് യാർഡിലൊക്കെ ഇങ്ങനെ ടെൻ്റ് അടിക്കുന്ന പോലെ തോന്നി. ബിക്കോസ് എൻ്റെ വീടിൻ്റെ പുറകിലൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടി. ഇനി ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ടെൻറ്റ് സെറ്റിംഗ് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളും എല്ലാം വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഇവിടെ ഒത്തിരി ഗൂസ് ഉള്ളതുകൊണ്ട് അവരുടെ കുറേ പൂപ്പൊക്കെ ഇവിടെ കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണം. സോ തന്നെ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ടെൻറ്റ് സെറ്റ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മൾ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച സമയത്തേക്കാളും കുറച്ചുകൂടി ലേറ്റായി. കാരണം നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് ഒരു 4:35 ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ചിലർ ബിഗ് സ്പ്ലാഷിൽ നിന്ന് കുളിച്ച് കയറി വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ റൈഡ്സും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. എല്ലാ പിള്ളേരും അങ്ങനെ വാട്ടർ ബിഗ് സ്പ്ലാഷോ വാട്ടർ പാർക്ക് കാണുമ്പോൾ എനിക്ക് പോകണം മുഴുവൻ ഡിസ്ട്രാക്റ്റഡ് ആവും. മെയിൻ സാധനം ലൈക്ക് ക്യാമ്പിങ് അവർ ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അവർ ജസ്റ്റ് ഇവിടെ അവിടെ അവിടെ എവിടെ എന്നെ പോലെ ഞാനൊരു വേടക്കാറ്റി കുഞ്ഞാണില്ലോ. സ്വന്തമായിട്ട് ഭയങ്കര അഭിപ്രായമുള്ള കുട്ടിയാണ്. അപ്പം വേറെ നിവൃത്തിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബെഡുണ്ട്. ഈ ബെഡ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യണം. ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ളൊരു മെഷീനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കും നമ്മൾ ബെഡെല്ലാം സെറ്റപ്പ് ആക്കണം. പിന്നെ മറ്റേ പില്ലോ, ബ്ലാങ്കറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടി പോയെന്ന് തോന്നും. ബട്ട് നോക്കാം. എന്തായാലും ബെഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു 50% പണി കഴിയും. ഇത് മൊത്തം വീർപ്പിച്ചെടുക്കൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതാദ്യം ചെയ്യാം. സോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഫുൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
നമുക്ക് ഫയർവുഡൊക്കെ നമ്മളുടെ ഈ ഒരു പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയർവുഡൊക്കെ കിട്ടും ഇവിടെ. പക്ഷേ ഞങ്ങൾ വന്ന് ഇതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. അപ്പോൾ അവർ പറഞ്ഞു ഫയർവുഡ് തീർന്നു പോയി, വേണമെങ്കിൽ മിനി ഗോൾഫ് അല്ലെങ്കിൽ ബൗളിംഗ് അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റീഫണ്ട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് എൻ്റെ ഭർത്താവ് ഫയർവുഡ് മേടിക്കാൻ പോയിരിക്കുകയാണ്. ബിക്കോസ് ഇവിടെ നമുക്കൊരു ഫയർ പിറ്റ് ഉണ്ട്. അപ്പോൾ ഫയർവുഡൊക്കെ ഇട്ട് രാത്രി ഒന്ന് ചിൽ ചെയ്തിരുന്നാൽ കുറച്ച് നല്ലതായിരിക്കും അല്ലേ? ചിൽ ചെയ്ത് മാർഷ്മെല്ലോ കഴിച്ചിട്ട് നല്ല രസമായിരിക്കും. ഇവിടെ വരുമ്പോ ലൈക്ക് നല്ല രസമാണ്. ഇപ്പൊ രാത്രി ലൈക്ക് ഒരു നല്ല സൺസെറ്റാ, കുറച്ച് ലൈക്ക് ബ്ലൂഷ് യെല്ലോ നടക്കുന്നുണ്ട്, ഓറഞ്ച് ആൻഡ് പർപ്പിൾ സ്കൈ ഉണ്ട്, ഒരു നല്ല ബ്രീസും ഒരു ലൈക്ക് കാം റിവറും ഉണ്ട്, കുറെ മരംസ് ഉണ്ട്. സോ നല്ല രസമാണ്. ഇത് ലൈക്ക് ബെസ്റ്റ് സ്പോട്ടോ ക്യാമ്പിംഗ് പോവാൻ. വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ വന്നു. ഞാനൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടു. 16 degrees ഒക്കെയാണ് പറയുന്നത്. വലിയ തണുപ്പൊന്നും അല്ല അത് ഇവിടുത്തെ സാധാരണ വെതർ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ എന്നാലും ടു ബി ഓൺ ദ സേഫ് സൈഡ് ഞാൻ വിചാരിച്ചു എടുത്തിട്ടേക്കാതെ. തന്നും ജാക്കറ്റൊക്കെ ഇട്ടു. തന്നെ ഇവിടെ തന്നെ കാണാനില്ലല്ലോ. തന്നെ കണ്ടു. തന്നുവിൻ്റെ ടോയ്സും ഒക്കെ ആയിട്ട് തന്നു കിടപ്പാണ് ഇവിടെ. ഉറങ്ങാം. ഓൾ സെറ്റ്? ഓൾ സെറ്റ്? ഓക്കേ. യെസ്, അപ്പം നമ്മൾ കിടക്കാൻ പോവാണ്. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞു. കുറച്ച് തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ജാക്കറ്റ് ഇട്ട് കിടന്ന, പക്ഷെ എന്നാലും കാല് ചെറുതായിട്ട് ചെറിയൊരു തണുപ്പ്. പക്ഷെ എന്നാലും നല്ല സുഖമുള്ള ഉറക്കമായിരുന്നു. താനും എണീറ്റിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എണീറ്റു. ഞാൻ നേരത്തെ എണീറ്റു. ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരു വാക്കൊക്കെ കഴിഞ്ഞു. ഞാൻ ഡ്രസ് ചെയ്യാൻ പോവാണ്. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഇറങ്ങിയേ പറ്റും. സോ ഇവിടെ നിന്ന് ഒരു 11 മണിയാകുമ്പോഴാണ് ചെക്കൗട്ട്. അതിനുള്ളിൽ കോഫി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോണേ. സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒരു റൗണ്ട് അടിച്ച് എല്ലായിടത്തും ഒന്ന് പോയിട്ട് നമ്മൾ ഇറങ്ങാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
തന്നുക്കുട്ടിയെ ഒന്ന് വിളിച്ചിട്ട് വരാം. എൻ്റെ സിബ് എവിടെയെന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞു. നല്ലൊരു ഉറക്കവും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള നേരമായി. ടെൻറ്റൊക്കെ എല്ലാം ഞങ്ങൾ കെട്ടിപ്പറക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അധികം വീഡിയോസ് ഞാൻ എടുത്തില്ല, ബിക്കോസ് എനിക്ക് എടുക്കാൻ തോന്നിയില്ല. ഞങ്ങൾ പോയതിൻ്റെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഫോട്ടോസായിട്ട് ഇവിടെ ഇടുകയാണ്. എല്ലാവരും കാണുക. വി ഹാഡ് ആൻ അമേസിങ് ഡേ. ക്യാമ്പിംഗ് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. എന്നും വീട്ടിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്ന് മാറി ഒരു പുറത്തൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നേച്ചറിനോട് ക്ലോസ് ആയിട്ട് നമ്മൾ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. വളരെ പീസായിട്ട് കാമായിട്ട്, എന്താ പറയുക, വെരി ക്ലോസ് ടു നേച്ചർ എന്ന് ഒറ്റ വഴി വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു ബിനമൻസ് ക്യാമ്പിംഗ് ആൻഡ് വാട്ടർ അഡ്വഞ്ചർ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ, ദിസ് ഇസ് ബൈ ഫ്രം ലിവിങ് സിംപ്ലിഫൈഡ് ബൈ ലക്ഷ്മി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.